Good morning, dear students. Warm welcome to our 13th online class. Today's our topic is management by exception. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സും വേറൊന്ന് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ. ഇതിൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പേഴ്സൺസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ടായിരുന്നു. അതേസമയം മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ ഓരോ സബോർഡിനേറ്റ്സിനുള്ള പ്രാധാന്യവും അതുപോലെ തന്നെ എംപവർമെൻറ്റ് ഓഫ് ദ എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ടുഡേയ്സ് ടോപ്പിക് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ബിക്കോസ് ദ കോൺസെപ്റ്റ് ഈസ് ദ എക്സെപ്ഷൻ. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ ഓർഡിനറി ആയിട്ടുള്ളതല്ല, ഒരു അൺഓർഡിനറി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലാണ് ഇവിടെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എക്സെപ്ഷൻ എന്ന് പറയുന്ന ആ ഫീച്ചേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തണം. ഈ കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുന്നത് ആക്ച്വൽസ് ആൻഡ് എക്സ്പെക്റ്റഡ്. നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ് പ്രോസസ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ആക്ച്വൽ ഒബ്സർവേഷൻ, എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തുമ്പോൾ ഏതൊരു വീക്ക്നെസ് ഏരിയ ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആ ഒരു ഫാക്ടറിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ദ കമ്മ്യൂണിക്കേഷനാണ്. അതായത് ആക്ച്വൽസും അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻസും ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള ഡ്രോബാക്സിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതൊരു മാനേജർക്കുള്ള സൈനാണ്. എവിടെയാണോ വീഴ്ചകൾ വന്നിട്ടുള്ളത്, എവിടെയാണോ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഏരിയനെ മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഈ എക്സെപ്ഷൻ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്ട്രാറ്റജിക് ബിസിനസ് ഗോൾസ് മാത്രമല്ല, പേഴ്സണൽ ഗോൾസ് ആണ്. അതായത് പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലാണ് മാനേജേഴ്സ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ ലെവലിലേക്ക് ആയിട്ടുണ്ടോ, അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു പഠനത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണോ മാനേജേഴ്സ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്, അതായത് എവിടെയാണോ ആക്ഷൻ നീഡഡ് അല്ലെങ്കിൽ റിക്വയർഡ് എന്ന് പറയുന്നൊരു ഫാക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അണ്ടർ ദ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് ഡിറ്റക്റ്റഡ് ദ പ്ലേസസ് വെയർ ദ അറ്റൻഷൻ ഈസ് റിക്വയർഡ്. ഏതൊരു ഏരിയ, ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലായിരിക്കാം നമ്മൾ കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ടത്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതായത് പെർഫോമൻസിൻ്റെ പ്ലാനിങ്ങിനനുസരിച്ച് കൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എവിടെയാണ് പ്രോബ്ലംസ് അറൈസ് ചെയ്തിട്ടുള്ളത്, അതിനെ എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത് ഓവർ ടൈമിൻ്റെ കാര്യമാണ്. എപ്പോഴാണ് ഓവർ ടൈം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എംപ്ലോയീസിനെ കൊണ്ടുവരുന്നത്, ആക്ച്വൽ ആയിട്ടുള്ള ഷിഫ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തിലാണ് ഓവർ ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഓവർ ടൈം എന്ന് പറയുന്നത് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന റിവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത്, അതായത് ഓവർ ടൈം പ്രൊഡക്ടിവിറ്റി എത്രത്തോളം നമുക്ക് വേണം, അതിൻ്റെ റിക്വയർമെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സും കൂടിയും നമ്മൾ നോക്കിയിട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റിട്ടേണിനോട് അനുബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടിയുള്ള ഇവാലുവേഷനാണ്. ഇപ്പം നമുക്ക് ഓവർ ടൈമിൽ വരുന്ന കോസ്റ്റ് ഹൈയും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കുറവുമാണെങ്കിൽ നമുക്ക് ആ ഓവർ ടൈം എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, ഇല്ല.
അതായത് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഓവർ ടൈം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് വരുന്നത്. പക്ഷെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഓവർ ടൈം പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാൾ കൂടുതലാണെങ്കിൽ അതൊരിക്കലും നമുക്ക് എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് ഈ മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഡിസ്കഷനിൽ നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സ്, ഓരോ എംപ്ലോയീസിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കംപ്ലയിൻറ്റ്സ് ആണ് വരുന്നത്. ഈ കംപ്ലയിൻറ്റ്സിനെ നമ്മൾ ഓരോ കംപ്ലയിൻറ്റ് വരുമ്പോഴും അതിനെ നീക്കം ചെയ്യാതെ അത് നമ്മളിങ്ങനെ കൂട്ടിവെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിമഡിയൽ മെഷേഴ്സ് എടുക്കാനായിട്ട് സാവകാശം വരുമ്പോൾ ആ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് കൂടി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ തന്നെ അതിനെ എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനുള്ള ഒരു റെമഡിയൽ മെഷേഴ്സ് എടുക്കാനുമായിട്ട് മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ലെങ്കിൽ അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്നതിൽ ഫോക്കസ് ചെയ്യുന്നത് ഏത് ഏരിയയിലാണോ കൂടുതൽ അറ്റൻഷൻ ആവശ്യമുള്ളത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു മാനേജ്മെൻറ്റാണ്. അതായത് യൂഷ്വൽ കേസിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അൺയൂഷ്വലായിട്ട് അല്ലെങ്കിൽ അൺസേർട്ടനായിട്ട് വരുന്ന ഫാക്ടേഴ്സ് എവിടെയാണോ ഡ്രോബാക്സ് ഉള്ളത് അവിടെയാണ് കൂടുതൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, അതായത് വ്യൂ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ മൈക്രോ ലെവൽ എന്നാണ് പറയുന്നത്. അതായത് മൈക്രോ ലെവൽ എന്ന് പറയുന്നത് മാനേജറിയൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രീഷണറി എലമെൻറ്റ്സ് ആണ്. ഡിസ്ക്രീഷണറി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിവേചനാധികാരത്തിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയാം. അതായത് എവിടെയാണോ നമ്മൾ വിവേചിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഒരു കൂടുതൽ അറ്റൻഷൻ വേണ്ടത് അല്ലെങ്കിൽ ഡിസ്ക്രീഷണറി ആയിട്ടുള്ള എലമെൻറ്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷനിലേക്ക് പോകേണ്ടത് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആക്ച്വലും അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷനും കൂടി കമ്പയർ ചെയ്ത് എവിടെയാണോ പെർഫോമൻസ് കുറവുള്ളത് അതിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുന്ന ഒരു മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കോമ്പോണൻസ് എന്ന് പറയുന്നത് മെഷർമെൻ്റ് ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, സെലക്ഷൻ ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഈ 6 കോമ്പോണൻസും കൂടി ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഓരോ കോമ്പോണൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ മെഷർമെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ച്വലും എക്സ്പെക്റ്റേഷനും ഉണ്ടെങ്കിലാണ് അത് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇവിടെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള ഒരു വാല്യുവേഷൻ അവിടെ നടന്നിരിക്കണം. അതായത് ഈ പാസ്റ്റും പ്രസൻറ്റ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരെ, പാസ്റ്റിലുള്ള പെർഫോമൻസും അതുപോലെ തന്നെ പ്രസൻറ്റിലുള്ള പെർഫോമൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ മെഷർമെൻ്റ് എന്ന് പറയുന്നതിൽ നടക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് മെഷർമെൻറ്റ് നമുക്ക് എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനോ റെക്കഗ്നൈസ് ചെയ്യാനോ സാധിക്കുമോ? ഇല്ല. അപ്പോൾ മെഷർമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ലെവൽക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, അവിടെ പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കണം. സെക്കൻഡ് കോമ്പോണൻറ്റ് പ്രൊജക്ഷനാണ്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അവിടെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ബേസിക് ക്യാരക്ടർ തന്നെയാണ് ആക്ച്വൽ ആൻഡ് എക്സ്പെക്റ്റേഷൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഫ്യൂച്ചർ പെർഫോമൻസിനെ നമ്മൾ എത്രത്തോളമാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്ന് പറയുക. അപ്പോൾ ആക്ച്വലായിട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു, മുൻ വർഷങ്ങളിൽ എത്രയും ഉണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്ഷൻ വർക്ക് ചെയ്യുന്നത്, ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ പെർഫോമൻസിൻ്റെ ലെവലും കൂടി എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടാണ് ഈ മെഷർമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോമ്പോണൻറ്റ് നമ്മളെ സഹായിക്കുന്നത്. നെക്സ്റ്റ് കോമ്പോണൻറ്റ് സെലക്ഷനാണ്. അതായത് നമ്മളുടെ ആക്ച്വൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നതിൽ
പാസ്റ്റും അതുപോലെ തന്നെ പ്രസൻറ്റും നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് ഫ്യൂച്ചർ എന്ന് പറയുന്നതിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദ ക്രൈറ്റീരിയ. എന്തിനുള്ള ക്രൈറ്റീരിയ ആണ്? മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ. ആ മാനേജ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം എന്താണ്? ഇറ്റ് വിൽ യൂസ് ടു ഫോളോ ദ പ്രോഗ്രസ് ടുവേർഡ്സ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് ഫ്യൂച്ചർ പെർഫോമൻസ് അച്ചീവ് ചെയ്യാനായിട്ട്, അതാണ് നമ്മൾ തൊട്ട് മുമ്പുള്ള പ്രൊസീജിയറിൽ നമ്മൾ ചെയ്ത് വെച്ചത് പ്രൊജക്ഷനാണ്. ആ പ്രൊജക്ഷന് ഉതകുന്ന തരത്തിലുള്ള തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പോളിസീസ് അല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ടൂൾസ് എന്ന് പറയാം, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിനെ എടുക്കുന്നത് തന്നെ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇവിടെ തേർഡ് കോമ്പോണൻ്റ് ആയിട്ട് പറയുന്നത് സെലക്ഷൻ കോമ്പോണൻറ്റ്. ഫോർത്ത് വൺ ഒബ്സർവേഷനാണ്. നമ്മൾ മെഷർമെൻറ്റ് ചെയ്തു, അതിൽ നിന്ന് പ്രൊജക്ഷൻ നടത്തി, പിന്നീട് നമ്മൾ സെലക്ഷൻ നടത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? ഒബ്സർവ് ചെയ്യലാണ്. അതായത് നമ്മുടെ ആക്ച്വൽ റെക്കോർഡിംഗ് ഡാറ്റാസ് നമ്മൾ കറണ്ട് പെർഫോമൻസിൻ്റെ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ആക്ച്വൽ മെഷർമെൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്ഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ സ്റ്റഡീനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്സർവേഷൻ എങ്ങനെയുള്ളതായിരിക്കണം? അവെയർ ഓഫ് ദ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് അഫെയേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ആക്ച്വൽ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പെർഫോമൻസിൻ്റെ നിലവാരം എന്താണോ അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന കോമ്പോണൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ദ കമ്പാരിസൺ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ച്വലി കിട്ടി, എക്സ്പെക്റ്റഡ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന ആ ഒരു പെർഫോമൻസ് ലെവലും ആക്ച്വൽ ലെവലും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? അത് കമ്പയർ ചെയ്യുക. അതായത് എനിക്ക് 100 മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ച് ഞാൻ പഠിച്ചു, എനിക്ക് കിട്ടിയത് 75ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്താണ്? 100 മാർക്കാണ്. പക്ഷേ ആക്ച്വലി എനിക്ക് കിട്ടിയത് എത്രയാണ്? 75 മാർക്കാണ്. ഇത് തമ്മിലുള്ള കമ്പാരിസണെയാണ് നമ്മൾ ഫിഫ്ത്ത് കോമ്പോണൻ്റ് ആയിട്ട് പറയുന്നത്. അതായത് എക്സ്പെക്റ്റഡും ആക്ച്വലും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോഴാണ് നമുക്ക് അതിലുള്ള കോറിലേഷൻ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് കിട്ടുക. അതുപോലെ തന്നെ അതിൽ നിന്നാണ് നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് വീഴ്ച വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ആ ഫാക്ടേഴ്സും കൂടിയും ഈ കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് കോമ്പോണൻ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡിയിലാണ്. അപ്പോൾ പ്രോബ്ലം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക, അതിനെക്കുറിച്ചൊരു റിസർച്ച് സ്റ്റഡി നടത്തുക, അതിൽ നിന്നാണ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എഫക്റ്റീവും അതുപോലെ തന്നെ എഫിഷ്യൻറ്റും ആക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ചേഞ്ചിങ് ദ കൺട്രോളിങ് ആറ്റിറ്റ്യൂഡ്. മുമ്പുണ്ടായിരുന്ന സിസ്റ്റം നമ്മൾ മാറ്റാനായിട്ടുള്ളൊരു തീരുമാനം. എന്തിനു വേണ്ടിയിട്ടാണ്? പെർഫോമൻസ് ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 6 കോമ്പോണൻസ് ആണ് നമ്മുടെ മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് വഴി മാനേജ്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? മെഷർ ചെയ്യണം, പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഫ്യൂച്ചറിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം, ദെൻ നമ്മൾ എന്തൊക്കെയാണ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യണം ആക്ച്വൽ എന്ത് പെർഫോമൻസ് ലെവൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ദെൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആക്ച്വലും എക്സ്പെക്റ്റേഷനും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് വീക്ക്നെസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അത് നമ്മൾ റിമൂവ് ചെയ്യാൻ, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് പ്രൊസീജിയർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇഫക്റ്റീവായി കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ MBE മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ്റെ തോട്ടിനെ പറ്റി നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് ടൈം മാനേജ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഈ 6 കോമ്പോണൻറ്റിന് കറക്റ്റായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ സേവ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ടൈമാണ്.
അതായത് സമയത്തിനനുസരിച്ച് കൊണ്ട് വേസ്റ്റേജ് ഓഫ് ടൈം എന്ന് പറയുന്നതിനെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഒരു എഫിഷ്യൻറ്റ് ടൈം മാനേജ്മെൻറ്റ് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങളിനെ നമുക്ക് ബോദർ ചെയ്യേണ്ട കാര്യമില്ല. അത് ആസ് യൂഷ്വൽ നടന്നു പോയിക്കോളും. അതേസമയം എവിടെയാണോ പ്രശ്നങ്ങളുള്ളത്, എവിടെയാണോ വീക്ക്നെസ് ഉള്ളത്, എവിടെയാണോ പെർഫോമൻസ് എന്ന് പറയുന്നതിൽ ഹൈ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കാത്ത ആ ഫാക്ടേഴ്സിൽ മാത്രം നമ്മൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ നടന്നു പോയിക്കോളും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫോക്കസ്ഡ് അറ്റൻഷൻ ഓൺ മേജർ പ്രോബ്ലംസ്. നേരത്തെ പറഞ്ഞ കാറ്റഗറി തന്നെയാണ്. അതായത് നമ്മൾ ഓർഡിനറി സിറ്റുവേഷൻ, ഓർഡിനറി ഈവൻറ്റ്സ്, ഓർഡിനറി പ്രോബ്ലംസിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അത് ഡെയിലി റണ്ണിങ്ങിൽ കറക്റ്റായിട്ട് പോയിക്കോളും. അതേസമയം സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്ന ഫാക്ടേഴ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വരുമ്പോൾ മൈനർ പ്രോബ്ലംസിനെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് മേജർ പ്രോബ്ലംസ് ആണ്. മൈനർ പ്രോബ്ലംസ് സാധാരണഗതിയിൽ ഈസി ആയിട്ട് ഓവർകം ചെയ്തു പോകാനായിട്ട് സാധിക്കും. അതേസമയം മേജർ പ്രോബ്ലംസിനെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് ഓൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കുന്നത് എന്താണ്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മേജർ പ്രോബ്ലംസിനാണ് ഫോക്കസിങ് കൊടുക്കുന്നത്. അതൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാവുന്നതാണ്. തേർഡ് ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് സ്റ്റാഫ് മോട്ടിവേഷനാണ്. ഇവിടെ ഓരോ ഈവൻറ്റിലും ആക്ച്വലും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡും തമ്മിലുള്ള പെർഫോമൻസ് ലെവലിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടക്കുമ്പോൾ മോണിറ്ററിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലും മോണിറ്ററൈസേഷൻ എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെൻറ്ററിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് മാനേജേഴ്സിന് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിന് അവിടെ വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ആരൊക്കെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത എംപ്ലോയീസ് എന്ന് പറയുന്നവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് എന്തുകൊണ്ട്, എവിടെയാണ് പ്രോബ്ലംസ് റൈസ് ആകുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ആ പെർഫോമൻസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് ആവാൻ സാധിക്കാത്തത് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാരണം കണ്ടെത്താനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഇറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രെൻഡ് അനാലിസിസ് ആണ്. ഈ ട്രെൻഡ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു 2 ഫാക്ടേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീനെയാണ് നമ്മളിവിടെ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു മെഷർമെൻറ്റ് അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് എടുക്കുന്നത്, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഡാറ്റ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന ആ കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് ഗ്രോയിങ് ആണോ, അല്ലെങ്കിൽ ഡിക്രീസിങ് ആണോ, ഇൻക്രീസിങ് ആണോ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആണോ, വെർട്ടിക്കൽ ആണോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് ഈ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു മെഷർമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്യുന്നത് പാസ്റ്റിനെയും അതുപോലെ തന്നെ പ്രസൻറ്റിനെയും റിവ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പടി കൂടി മുന്നിലാക്കിയിട്ട് പറയുകയാണെങ്കിൽ പാസ്റ്റിനെ റിവ്യൂ ചെയ്യുകയും പ്രസൻറ്റിനെ ഫോഴ്സീ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതായത് പാസ്റ്റ് എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്നത് എന്താണോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റ് വഴി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വീക്ക് സ്പോട്ട്. നമ്മൾ എവിടെയാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനിൽ പറയുന്നത് എക്സെപ്ഷണൽ ഫീച്ചേഴ്സ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയുള്ള ഫാക്ടേഴ്സാണ്, അൺസർട്ടൻ ഫാക്ടേഴ്സാണ്, അതുപോലെ തന്നെ റിസ്ക് ഓറിയൻറ്റഡ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ റിസ്ക് ഓറിയൻറ്റ് എവിടെയാണോ റിസ്ക് ഉള്ളത്, ഏതാണോ അൺസർട്ടൈനായിട്ട് സംഭവിക്കുന്നത് അവിടെയാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ആ പ്രോബ്ലംസ് ആണ് നമ്മൾ എന്തായിട്ട് ഇവിടെ പറയുന്നത്, വീക്ക് സ്പോട്ടായിട്ട് പറയുന്നത്. അപ്പോൾ ഈ വീക്ക് സ്പോട്ടിനെ നമ്മൾ ഇല്ലാതെയാക്കുകയോ അല്ലെങ്കിൽ ബലപ്പെടുത്തുകയോ ചെയ്യുമ്പോഴാണ് പെർഫോമൻസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഹൈ ലെവലിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുക. അപ്പോൾ അവിടെ വരുന്നത് ഹയർ ലെവൽ മാനേജ്മെൻറ്റിലാണ് ഈ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം വരേണ്ടത്. ബിക്കോസ്
എന്താണ് കാരണം? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ആരാണ് എടുക്കേണ്ടത്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് സ്പ്രെഡ് ആവാനും അത് പിന്നീട് സോൾവ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തീരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഹെൽപ്പ് പെർഫോമൻസ് അപ്രൈസലാണ്. ഹെൽപ്പ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് പെർഫോമൻസിനെ കുറിച്ച് വിലയിരുത്തൽ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അത് ക്വാണ്ടിറ്റേറ്റീവ് ലെവലിലും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ലെവലിലും നമ്മൾ മെഷർമെൻറ്റ് നടത്തണം. അപ്പോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് മാത്രം എടുത്താൽ പോരാ, ആ ഓരോ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ 10 കൊട്ടയുണ്ടാക്കി, 10 കൊട്ടയുണ്ടാക്കുന്നതിലല്ല 10 കൊട്ടയുടെ ക്വാളിറ്റി എന്ന് പറയുന്നതിലും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളതാണ്. അതായത് നമ്പർ എന്ന് പറയുന്നത് എത്തിച്ചിട്ട് പോരാ, അതിൻ്റേതായ ഷേപ്പ്, അതിൻ്റേതായ ക്വാളിറ്റി, ബലം, അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൊട്ട എന്ന് പറയുന്നതിൻ്റെ ആ ഒരു 100% എന്ന് പറയുന്ന പെർഫോമൻസിൻ്റെ നിലയ്ക്ക് ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺക്രീറ്റ് റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന ആക്ച്വലും എക്സ്പെക്റ്റഡും തമ്മിൽ വിലയിരുത്തേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ എന്താണ് മെച്ചം കിട്ടുന്നത്? മോട്ടിവേഷൻ, കൂടുതലായിട്ട് മോട്ടിവേഷൻ ആർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും? വർക്കേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും. അത് അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എബിലിറ്റി അല്ലെങ്കിൽ ടാലൻ്റ് എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യാനും അതുമൂലം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഒരു പെർഫോമൻസ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വീക്ക്നെസ് കണ്ടെത്തി, ആ വീക്ക്നെസ്സിനെ കുറിച്ചിട്ട് നമുക്ക് എലിമിനേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതിലേക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു ഡിസ്കഷൻ നടക്കണം. ഈ ഡിസ്കഷനെയാണ് നമ്മളിവിടെ ഏത് ടേം ഇട്ടിട്ട് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും അതുപോലെ തന്നെ സുപ്പീരിയേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ, അതായത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറി കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എന്ത് പറയാം? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അതായത് ടോപ്പ് ലെവലും മിഡിൽ ലെവലും ലോവർ ലെവലും തമ്മിൽ കറക്റ്റായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ വരുന്നത് എന്താണ്? കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഏതൊക്കെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എസെൻഷ്യൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നതിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. യൂഷ്വൽ കേസ് കോയിന് 2 സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഏതൊരു സ്റ്റഡി നടത്തുകയാണെങ്കിലും അതിന് അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. ഇവിടെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ, ദാറ്റ് ഈസ് MBE എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫിക്കൽട്ടീസ് ഇൻ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മെഷർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് കോമ്പോണൻ്റ് ആണ് പ്രൊജക്ഷൻ. ഈ പ്രൊജക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസൈൻ ഓഫ് ദ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡിസൈനിങ്ങും ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് 2 പ്രൊസീജിയറാണെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. പ്ലാനിങ് വേറൊരു ഫംഗ്ഷനും ഓപ്പറേഷൻ എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസൈനിങ് എന്ന് പറയുന്നതും ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഓർഡിനറി കേസിൽ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എറൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അവിടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈനിങ്ങും ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നടപ്പിലാക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് പറയാനുള്ള കാരണം ഒരു പ്രോബ്ലം എറൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വളരെയധികം ഹോംവർക്ക് ചെയ്യണം. ഈ ഹോംവർക്ക് എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡിയിൽ നിന്ന് മാത്രമേ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ.
അപ്പോൾ അത് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടെ പറയുന്നത് ഇറ്റ് ഓൾസോ നീഡ്സ് മെറ്റിക്കുലസ് മോണിറ്ററിങ് ടു ഐഡൻറ്റിഫൈ ഡീവിയേഷൻസ്. ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ആ ചേഞ്ച് നമ്മൾക്ക് നടപ്പിലാക്കണമെങ്കിൽ ഇവിടെ പറയുന്നത് മെറ്റിക്കുലസ് മോണിറ്ററിങ്, അതായത് അതിനെക്കുറിച്ച് സൂക്ഷ്മമായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്യാതെ അവിടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതെങ്ങനെയാണ് സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി തന്നെ ചെയ്യണം. അപ്പോൾ അതിന് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ വളരെയധികം എഫേർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്നത് നടപ്പിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്, ഇൻകോമ്പിറ്റൻറ്റ് മാനേജേഴ്സ് ചിലപ്പോൾ ഈ ഓർഡിനറി കേസുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, റിസ്ക് വരുന്ന അല്ലെങ്കിൽ അൺസർട്ടൈൻ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ അത്രയധികം അറ്റൻഷൻ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇന്നെഫിഷ്യൻറ്റ് മാനേജേഴ്സിനെ സിമ്പിളായിട്ട് ഓർഡിനറി കാറ്റഗറിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാം. ഇതൊക്കെ ഇൻകോമ്പിറ്റൻറ്റ് മാനേജേഴ്സിനെ നമ്മൾ വഹിക്കേണ്ടതായിട്ടുള്ളൊരു ചുമതല മാനേജ്മെൻറ്റിന് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻകോമ്പിറ്റൻറ്റ് മാനേജേഴ്സ്, അതായത് തണുത്ത മട്ടിലിരിക്കുകയാണ് അവർ. പ്രത്യേകിച്ച് ഒന്നിലും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, പ്രോബ്ലം ഉണ്ടാവുമ്പോഴല്ലേ. അപ്പോൾ പെട്ടെന്നൊരു പ്രോബ്ലം വരുമ്പോൾ അവർക്ക് അവിടെ റിയാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതായത് അവർ ഇന്നെഫിഷ്യൻ്റ് ആയി പോയിട്ടുണ്ടാവും, ബിക്കോസ് അവർ ഫേസ് ചെയ്യുന്നത് ഓർഡിനറി പ്രോബ്ലംസ് മാത്രമാണ്. ഒരു അൺഓർഡിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അവിടെ വരാത്തത് കൊണ്ട് അവർ ഇൻകോമ്പിറ്റൻറ്റ് മാനേജേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. തേർഡ് വൺ, റിയാക്റ്റീവ് നോട്ട് പ്രോ ആക്റ്റീവ് എന്നാണ് പറയുന്നത്. എന്താണ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുക, അതേസമയം പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ സജീവമായിരിക്കുക. ഇവിടെ പറയുന്നത് റിയാക്റ്റീവ് നോട്ട് പ്രോ ആക്റ്റീവ്, അതായത് സജീവമായാൽ പോരാ, നമ്മൾ എന്തായിരിക്കണം? പ്രതികരിക്കണം. അതായത് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറവുകൾ കണ്ടു കഴിഞ്ഞാൽ അത് അവരെ വെറുതെ മോട്ടിവേറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, പ്രതികരിക്കാനുള്ളൊരു ശേഷി കൂടി മാനേജേഴ്സിന് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനും ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു ആൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, ബാക്കി ഇപ്പോൾ 5 സബോർഡിനേറ്റ്സ് ഉണ്ട്, 4 സബോർഡിനേറ്റ്സ് പെർഫെക്റ്റായിട്ട് ചെയ്യുകയും ഒരാൾ പെർഫെക്റ്റായിട്ട് ചെയ്യില്ല. അപ്പോൾ അയാളുടെ ആ കുറവുകളെ നികത്താൻ വേണ്ടി അയാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 4 ആൾക്കും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് വരാനായിട്ട് സാധ്യതയുള്ളത്. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം? അയാളെ കൂടി ബാക്കിയുള്ള 4 പേരുടെ ഒപ്പം എത്തിക്കാനുള്ള ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിലേക്കാണ് വരുന്നത്. സപ്പോർട്ടിങ് അല്ല ചെയ്യേണ്ടത്. സജീവമായാൽ പോരാ, അവിടെ എന്താവണം? പ്രതികരിക്കണം എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് MBO ഈസ് മോർ റിയാക്റ്റീവ് ദാൻ പ്രോആക്റ്റീവ്. അതായത് MBOയിൽ കൂടുതലായിട്ട് പറയുന്നത് റിയാക്ഷനാണ്, അല്ലാതെ അവിടെ വരുന്നത് പ്രോആക്ഷൻ അല്ല. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് മാനേജേഴ്സ് എന്താണ് ചെയ്യുന്നത്? പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ പ്രതികരിക്കുക, അല്ലാതെ ഓർഡിനറി കേസായാലും ആ എംപ്ലോയീസിനെ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആക്കി തീർക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലംസേ ഉണ്ടാവില്ല. അതിന് പകരം എന്താണ് ചെയ്യുന്നത്? പ്രോബ്ലംസ് ഉണ്ടാകാനും ആ സമയത്ത് പ്രതികരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതേസമയം പ്രോആക്റ്റീവായി, അതായത് 4 പേര് നന്നായി ചെയ്യുമ്പോൾ 5ാമത്തെ ആളെയും കൂടി നേരത്തെ തന്നെ ആ പെർഫോമൻസ് ലെവലിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം മാനേജേഴ്സ് നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം 4 ആൾ നന്നായി ചെയ്യുകയും ഒരാൾ ചെയ്യാത്ത ആളെ ചെയ്യാതെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ വെറുതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകുമ്പോഴാണ് പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ എക്സംഷനിൽ കൂടുതലായിട്ട് ചെയ്യുന്നത് റിയാക്റ്റീവാണ്. പക്ഷേ ശരിക്കും മാനേജ്മെൻറ്റിൽ ചെയ്യേണ്ടത് എന്താണ്? പ്രോആക്റ്റീവ്, സജീവമാക്കുകയാണ് വേണ്ടത്, മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ സപ്പോർട്ട് ചെയ്യല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്നത് ആക്ച്വലും എക്സ്പെക്റ്റേഷനും തമ്മിൽ കമ്പയർ ചെയ്ത് എവിടെയാണോ ഡ്രോബാക്സ് ഉള്ളത് അതിനെ കണ്ടെത്തി അതിനെ എൻഹാൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുകയും അതിനാവശ്യമുള്ള പ്രിൻസിപ്പിൾസ്, പോളിസീസ്, ടൂൾസ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയറാണ് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷനാണ്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. അത് നിങ്ങൾ 4th ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അത് 2nd മോഡ്യൂളിൽ വരുന്നൊരു ഭാഗമാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ MBM എന്ന് പറയും. MBM എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷനിൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ 4ാമത്തെ കാറ്റഗറിയാണ് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷനിൽ പഠിക്കുന്നത്. ഒബ്ജക്റ്റീവ് പറഞ്ഞപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവിനായിരുന്നു കോൺസെൻട്രേഷൻ. പാർട്ടിസിപ്പേഷൻ വന്നപ്പോൾ അവിടെ പാർട്ടിസിപ്പേഷൻ ഓഫ് സബോർഡിനേറ്റ്സിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. 3rd വണ്ണിൽ നമ്മൾ എക്സെപ്ഷണൽ കേസിനെ കണ്ടെത്തുകയും അതിനെ നമ്മൾ എംപവർമെൻ്റ് എന്ന് പറയുന്ന നിലയ്ക്ക് ഉയർത്തി കാണിക്കാൻ, പെർഫോമൻസിനെ, വീക്ക്നെസ്സിനെ കണ്ടിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കൊടുത്ത് അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ പറയുന്നത് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ. ഓരോ ഫീൽഡിലും നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് എന്താണ്? മോട്ടിവേഷൻ തിയറീസാണ്. ഈ നമ്മൾ കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ നമ്മൾ അബ്രഹാം മാസ്ലോ കൂടുതലായിട്ട് പറയുന്നത് ഈ മോട്ടിവേഷൻ തിയറിയാണ്. അപ്പോൾ മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ലെവൽ ഓഫ് ഫങ്ഷനിലും നമ്മൾ കൂടുതലായിട്ട് മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 2 ഫാക്ടേഴ്സിലെ ഹ്യൂമൻ ബിഹേവിയർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന ആ ഒരു റിസോഴ്സിന് മാത്രമേ മോട്ടിവേഷൻ ആവശ്യമുള്ളൂ. നോൺ ഹ്യൂമൻ റിസോഴ്സസിന് നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്ന കാറ്റഗറി ആവശ്യമില്ല. അപ്പം മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആരെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന ആ റിസോഴ്സസിനെ മാത്രമാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷനിൽ ഇവിടെ എടുക്കുന്നത് എംപ്ലോയീസ് മോട്ടിവേഷനാണ്. അതായത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ആണ്. അപ്പോൾ അവരുടെ ജോബിലുള്ള മോട്ടിവേഷനും അവരുടെ പെർഫോമൻസിനുള്ള മോട്ടിവേഷനുമാണ് ഇവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ആ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിനെ എൻഹാൻസ് ചെയ്യുക. അതായത് അവരുടെ സ്കില്ല്, അവരുടെ ടാലൻറ്റ്, അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിനെ കൂടുതലായിട്ട് ഉയർത്താനായിട്ട് എന്തൊക്കെ ടെക്നിക്സാണോ അപ്ലൈ ചെയ്യേണ്ടത് അതിനെ നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ ഉദ്ദേശിക്കുന്നത്. അവിടെ വരുന്നത് നമുക്ക് കറക്റ്റായിട്ടുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യണം, റൈറ്റ് പോളിസീസ്, അതുപോലെ തന്നെ റൈറ്റ് എൻവയൺമെൻറ്റ്, റൈറ്റ് കണ്ടീഷൻസ്. അങ്ങനെ ഒരു എംപ്ലോയീസിനെ ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന പോലെയും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് ഉയർത്താനായിട്ടുള്ള ആവശ്യമുള്ള എല്ലാ എൻവയൺമെൻറ്റൽ ഫീച്ചേഴ്സും നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്നത്. അതായത് ക്രിയേറ്റ് ദ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് ഓഫ് ദ എംപ്ലോയീസ്. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. ഓരോ എംപ്ലോയീസിൻ്റെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തായിരിക്കണം, ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി കൊണ്ട് നമ്മൾ ഇവിടെ എയിം ചെയ്യുന്നത്. അപ്പോൾ എബ്രഹാം മാസ്ലോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ മോട്ടിവേഷനെ പറ്റിയിട്ട് ഒരു പോസിറ്റീവ് സൈക്കോളജിക്കലായിട്ട് തിങ്ക് ചെയ്തത് കൊണ്ടാണ് എബ്രഹാം മാസ്ലോന് എന്ത് കോൺസെപ്റ്റ് കിട്ടിയിട്ടുള്ളത്? ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എബ്രഹാം മാസ്ലോ പറയുന്നത് ഇറ്റ് ഈസ് എ റീസണബിൾ ടു അസ്യൂം. നമുക്ക് റീസണബിളായിട്ട് അസ്യൂം ചെയ്യാൻ, അസംഷൻ നടത്താനായിട്ട് സാധിക്കണം. അത് എങ്ങനെയൊക്കെയാണ് അസ്യൂം ചെയ്യേണ്ടത്?
പ്രാക്ടിക്കലായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അസ്യൂം ചെയ്യാൻ പാടുള്ളൂ. എവറി ഹ്യൂമൻ ബീയിങ്സ്, അത് ഒരാൾക്ക് മാത്രം പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നതാവാൻ പാടില്ല. അവിടെ വരുന്ന എല്ലാ എംപ്ലോയീസിനും പ്രാക്ടിക്കലാക്കിയിട്ട് നടപ്പിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസ്യൂം ചെയ്യേണ്ടത്. ആൻഡ് സെർട്ടനിറ്റി ഇൻ എവറി ന്യൂ ബോൺ ബേബി, ഓരോ പുതിയ ആൾക്കാർ, ഇവിടെ ന്യൂ ബോൺ ബേബി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി എന്നുള്ളതല്ല, ഒരു ഓർഗനൈസേഷനിലേക്ക് വരുന്ന ഒരു ന്യൂ കമ്മർ, ഒരു ഫ്രഷർക്ക് കൂടിയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അസംഷൻ ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ദർ ഈസ് എൻ ആക്റ്റീവ് വിൽ ടുവേർഡ്സ് ഹെൽത്ത്, അതായത് ആരോഗ്യപരമായിട്ട്, ഇവിടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മാത്രമല്ല, മെൻ്റൽ, ഫിസിക്കലി മെൻ്റലി അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന, ആക്റ്റീവ് ആക്കാൻ പറ്റാവുന്ന ഒരു അസംഷൻസ് ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇമ്പൾസ് ടുവേർഡ്സ് ഗ്രോത്ത് ഓർ ടുവേർഡ്സ് ദ ആക്ച്വലൈസേഷൻ ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യാലിറ്റീസ്. ഒരു ഹ്യൂമൻ പൊട്ടൻഷ്യാലിറ്റിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ളൊരു അസംഷനെയാണ് ഇവിടെ എബ്രഹാം മാസ്ലോ പറയുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂ കമ്മർക്കും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് ഹ്യൂമൻ ആണെങ്കിലും ഒരു എംപ്ലോയി ആണെങ്കിലും അവരുടെ അസംഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുമ്പോൾ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ആ പൊട്ടൻഷ്യാലിറ്റീസ് എന്ന് പറയുന്നതിനെ ആക്ച്വലൈസ് ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ പറ്റാവുന്ന ഫാക്ടേഴ്സ് മാത്രം അല്ലെങ്കിൽ ആ എലമെൻസിനെ മാത്രം എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് എബ്രഹാം മാസ്ലോ ഫോളോ ചെയ്യണമെന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നേച്ചുറൽ ടെൻഡൻസീസ് ആണ്. അതായത് ഓരോ ഹ്യൂമൻ ബീയിങ്സിനുള്ള നേച്ചുറൽ ആയിട്ടുള്ള ടെൻഡൻസീസ്, അവരുടെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്സിനാണ് ഇവിടെ നമ്മൾ തട്ടി ഉണർത്തിക്കൊണ്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അവരുടെ എഫേർട്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം, എഫേർട്സ് ടു എനേബിൾ ദ അൺഫോൾഡിങ് ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ, ആ മനുഷ്യരിലുള്ള പൊട്ടൻഷ്യാലിറ്റീസിനെ നമ്മൾ ഒരു ഗ്രോയിങ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെൻസ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവരുടെ പെർഫോമൻസ് ആയിരിക്കും. അവരെ എത്രത്തോളം ആ ഗ്രോയിങ് സ്റ്റേജിൽ നമുക്ക് ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ആ പൊട്ടൻഷ്യലിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അത് പീരിയോഡിക്കലായിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോഴാണ് അവരെ നമുക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി പൊട്ടൻഷ്യൽ, അതായത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലെ പൂർണ്ണതയിലേക്ക്, മാക്സിമം പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒപ്റ്റിമം പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ നമ്മൾ എടുക്കുന്ന ഈ മെഷർമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, കോറിലേഷനാണ്. കോറിലേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻ, അതായത് രണ്ടും തമ്മിൽ എത്രത്തോളം റിലേറ്റഡ് ആണ് എന്ന് പറയുന്ന അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിലേഷൻ, ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോറിലേഷൻ എന്ന് പറയുന്നത് ഏത് രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്, അൺഫോൾഡിങ് ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് ക്വാളിറ്റി ഓഫ് പെർഫോമൻസ്. അൺഫോൾഡിങ് ആയിട്ടിരിക്കുന്ന ഹ്യൂമൻ പൊട്ടൻഷ്യാലിറ്റീസും അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ ക്വാളിറ്റിയും തമ്മിലുള്ള ഒരു കോറിലേഷൻ്റെ മെഷർമെൻ്റ് ആണ് ഇവിടെ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്, റെക്കഗ്നൈസ് ചെയ്ത്, വെരിഫൈ ചെയ്ത്, മെഷർ ചെയ്തിട്ട് എടുക്കേണ്ടത്. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞു അബ്രഹാം മാസ്ലോ പറയുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം, ഇറ്റ് ഈസ് എ ഫിനോമിനൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഫിനോമിനൻ എന്ന് പറയുന്നത് മോട്ടീവ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്. ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ എംപ്ലോയീസും, അത് മാനേജേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ആയിരിക്കാം, വർക്കേഴ്സ് ആയിരിക്കാം, ആ ഓർഗനൈസേഷൻ്റെ എൻവയൺമെൻറ്റിൽ നിന്നുകൊണ്ട്, എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം, അവിടുത്തെ പ്രിൻസിപ്പിൾസ്, അവിടുത്തെ പോളിസീസ്, അവിടുത്തെ സ്റ്റാറ്റസ്, അവിടെ എൻവയൺമെൻറ്റൽ കണ്ടീഷനിൽ അവിടെ എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫിനോമിനയ്ക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. എന്ത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല,
പേഴ്സണൽ ഗോളും ഓർഗനൈസേഷണൽ ഗോളും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അപ്പോൾ പേഴ്സണൽ ഗോളിനെയും ഓർഗനൈസേഷണൽ ഗോളിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നോക്കേണ്ടത് ഓർഗനൈസേഷണൽ ഗോൾ തന്നെയാണ്. അതായത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എയിം ചെയ്യേണ്ടത്. എന്താണ് അതിൻ്റെ കാരണം? ബിക്കോസ് ബൈ ഡൂയിങ് സോ ഹി വിൽ ഓൾസോ ബൈ അച്ചീവിങ് ഹിസ് പേഴ്സണൽ ഗോൾസ്. അദ്ദേഹം ഓർഗനൈസേഷണൽ ഗോളിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതോടുകൂടി എന്തുണ്ടായിരിക്കണം? പേഴ്സണൽ ഗോളും കൂടിയും അച്ചീവ് ചെയ്യാനായിട്ട് ഓരോ എംപ്ലോയീസിന് സാധിക്കണം. അപ്പോൾ എന്താണ് എയിം ചെയ്യുന്നത്? ഓർഗനൈസേഷണൽ ഗോളാണെങ്കിലും ആ ഒരു പ്രവർത്തനത്തോട് കൂടിയിട്ട് ഓരോ എംപ്ലോയീസിനും എന്തും കൂടിയും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഓരോ എംപ്ലോയീസിൻ്റെയും പേഴ്സണലായിട്ടുള്ള ഗോൾസും കൂടിയും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ സ്കില്ല്, അവരുടെ എബിലിറ്റി, അവരുടെ എഫിഷ്യൻസി, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ലേണിംഗ് അത് ഉയർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് കൊണ്ട് എയിം ചെയ്യുന്നത്. ഇനി ഇതിൽ ഈ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എയിം ചെയ്യേണ്ടത്? ഇവിടെ ഫസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഫീലിങ്സ് ഓഫ് ജോബ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. നമ്മൾ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്താണ്? ജോബ് സെക്യൂരിറ്റിയാണ്. ഓരോ എംപ്ലോയീസിൻ്റെയും ജോബ് സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു വെൽഫെയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിന് വളരെയധികം ഫോക്കസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തേതായിട്ട് പറയാൻ പറ്റേണ്ടത് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി. എന്തിനുള്ള അവസരമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്? സെൽഫ് എക്സ്പ്രഷൻ, സ്വന്തമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു കഴിവ് ഇവിടെ ഉണ്ടായിരിക്കണം. സ്വന്തം ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ സബോർഡിനേറ്റ്സിനും അതുപോലെ തന്നെ ഓരോ സുപ്പീരിയേഴ്സിനും അവർ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ജോബിൻ്റെ സെൽഫ് എക്സ്പ്രഷൻ, സ്വന്തമായിട്ട് ആർജിച്ചിട്ടുള്ള അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ ക്രിയേറ്റ് ചെയ്യണം. തേർഡ് കോമ്പോണൻ്റായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കൺവിൻസിങ് ദ എംപ്ലോയീസ്. നമുക്കറിയാം ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നടപ്പിലാക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നത് ആ ഒരു എയിം എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഫാക്ടർ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ആർക്കുണ്ടായിരിക്കണം? ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ കൺവിൻസിങ് ദ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഏത് ഏരിയയിലാണ്? വർത്ത് വൈൽനെസ്, എന്താണ് അതുകൊണ്ട് എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവിനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഒരു കോമ്പോണൻ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് ജനറൽ ഒബ്ജക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഗോളിലേക്കാണ് എയിം ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം പേഴ്സണൽ ഗോളും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ഓരോ എംപ്ലോയീസിനെയും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു കോമ്പോണൻറ്റ്. നെക്സ്റ്റ് കോമ്പോണൻ്റായിട്ട് വരുന്നത് എംപ്ലോയീസിനെ എങ്ങനെയാക്കി മാറ്റണം? ഇൻസ്പയറിംഗ് ആക്കി തീർക്കണം. അതായത് ആ ഓർഗനൈസേഷനോട് ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ഇൻസ്പിരേഷൻ ഉണ്ടാവുക. ആ ഓർഗനൈസേഷനോട് ഒരു കാര്യത്തിനോട് നമുക്ക് സ്വന്തമായിട്ടൊരു താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മുടേതാക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടു, അവരെ എനിക്കിഷ്ടമാണ്, അപ്പോൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവും. എന്തുകൊണ്ടാണ്? ആ കൂട്ടുകാരി അല്ലെങ്കിൽ ആ കൂട്ടുകാരനെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
അപ്പോഴാണ് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കെയർ ടേക്കറായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതുപോലെ തന്നെ ഈ എംപ്ലോയീസിനെ നമ്മൾ എന്തിനോട് ഇൻസ്പയറിങ് ആക്കണം, അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഒരു ആളായിട്ട് നിൽക്കാനായിട്ട് സാധിക്കണം. അതായത് അവരുടെ പേഴ്സണൽ ഗോൾസിനെ അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്രിയേറ്റിവിറ്റി നടപ്പിലാക്കാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള ഒരു ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനാണ് ഇവിടെ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ സ്കൂൾ ഓഫ് തോട്ടിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കോമ്പോണൻ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് എൻഷുവറിങ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംപ്ലോയീസ്. അവരുടെ ഒരു പേഴ്സണൽ ക്യാരക്ടറിന് മാത്രമല്ല, അവരുടെ ഒരു പ്രവർത്തന മേഖലയിൽ മാത്രമല്ല, ഓവറോളായിട്ട് ഒരു നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വർക്കറാക്കി മാറ്റാനായിട്ടാണ് ഇവിടെ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. അതായത് ഒരു പേഴ്സൺ എന്ന് പറയുന്ന നിലയ്ക്ക് നല്ലൊരാൾക്ക് മാത്രമേ നല്ലൊരു എംപ്ലോയി ആവാനായിട്ട് സാധിക്കുള്ളൂ. നല്ലൊരു എംപ്ലോയിക്ക് മാത്രമേ ഒരു ടീം വർക്കറായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ടീം വർക്കറാണ് പിന്നീട് ലീഡർ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് ഉയർന്നു വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ് എൻഷുവർ ചെയ്യേണ്ടത്, ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഓരോ എംപ്ലോയീസിനെയും ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്നതിൽ ഒരു എക്സ്പേർട്ട് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇഫ് യു ഹയർ എ ഹാൻഡ് ദ ഓൾ മാൻ കംസ് വിത്ത് ഇറ്റ് ബിക്കോസ് മാൻ വർക്ക്സ് ആസ് എ ഓൾ ബീയിങ് നോട്ട് മിയർലി വിത്ത് ഹിസ് ഹാൻഡ്സ് ബട്ട് ഓൾസോ വിത്ത് ഹെഡ് ആൻഡ് ഹാർട്ട്. നമുക്കിപ്പോൾ ഈ ഒരു കൈ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഈ കൈയുണ്ട്, പക്ഷേ എൻ്റെ ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് എന്താ കാര്യം? ഈ കൈ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ തല പ്രവർത്തിക്കണം. എൻ്റെ ഹാർട്ട്, എൻ്റെ മനസ്സിൽ നിന്നാണ് ഇന്നത് ചെയ്യാനായിട്ട് എൻ്റെ ബ്രെയിനിന് ഇൻഫോർമേഷൻ പോകുന്നത്. അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിലാണ് എൻ്റെ കൈ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് എൻ്റെ കൈ ചുരുട്ടണം, എൻ്റെ കൈ നിവർത്തണം എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്നും അതുപോലെ തന്നെ ഹെഡിൽ നിന്നുള്ള മെസ്സേജ് കിട്ടുമ്പോഴാണ് എനിക്ക് കൈ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു കൈ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഒരു ജനറൽ ഒബ്സർവേഷനെ കുറിച്ചിട്ട് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷനിൽ പറയാനായിട്ട് സാധിക്കുക. അപ്പം മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഒരു ഓർഗാനിക് എൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്ട്രോങ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ വരേണ്ടത് എന്താണ്, മെറ്റിക്കുലസ് കെയർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം. അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലും നടപ്പിലാക്കാൻ സാധിക്കുമ്പോഴാണ് ഈ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കാം. അവിടെ ഒരു വെൽഫെയർ എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ ഒരു വെൽഫെയർ മാത്രമല്ല, അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിൻ്റെയും കൂടിയും ഒരു വെൽഫെയർ ആണ് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെയും ഓർഗനൈസേഷൻ്റെയും എൻഹാൻസ്മെൻ്റ് ആണ്. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ എൻഹാൻസ്മെൻറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? എംപ്ലോയീസിൻ്റെ എൻഹാൻസ്മെൻറ്റ് വഴിയാണ്. ഇത്രയാണ് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി ഒരു ടോപ്പിക്കും കൂടി ഈ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരുന്നതായിരിക്കും. അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സോടുകൂടി നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഓഫ് തോട്ട് എന്ന് പറയുന്നത് നമ്മളുടെ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്നതും മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ 4 തോട്ടാണ് നമ്മൾ ഷെയർ ചെയ്തത്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ, മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ, മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ. ഇത്രയും കാര്യങ്ങൾ 4 മാർക്കിൻ്റെ ചോദ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് റിവ്യൂവിൻ്റെ സമയത്ത് നന്നായി ഒബ്സർവ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറയുന്നതും മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്നതും ജനറലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഉള്ള ഒരു വിശ്വാസത്തിൽ, ഒരു എക്സ്പെക്റ്റേഷനിൽ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.